بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജറ വർഷം 1447 കടന്നു വരികയും പരിശുദ്ധമായ ഹിജറ വർഷാരംഭ മാസമായ മുഹറത്തിലൂടെ നാം സഞ്ചരിക്കുകയുമാണ് ചെയ്യുന്നത്. മുഹറം മാസം എന്തുകൊണ്ടും പവിത്രമേറിയ മാസമാണ് എന്ന് നമുക്കറിയാം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിക വീക്ഷണത്തിൽ മുഹറം മാസം. ഈ മുഹറം മാസത്തിൽ നന്മകൾ അധികരിപ്പിക്കേണ്ട മാസമാണെന്ന് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്മകൾ അധികരിപ്പിക്കുമ്പോൾ അതിന് ശ്രേഷ്ഠത, പ്രതിഫലം ധാരാളമാണ് ഉള്ളത് എന്നും തിന്മകളാകുമ്പോൾ അതിൻ്റെ ശിക്ഷ വലുതാണ് എന്നും ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. പരിശുദ്ധമായ റമളാൻ മാസത്തിന് ശേഷം നോമ്പ് പിടിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസമാണ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. ഇമാം മുസ്ലിമും അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ തുടങ്ങിയവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ റമളാൻ മാസം ഫർളായ നോമ്പിന് ശേഷം സുന്നത്തായ നോമ്പ് പിടിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസം മുഹറം മാസമാണ്. അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുഇല അൻ സിയാമി യൗമി ആശൂറ ദിവസം മുഹറം 10 ആ ദിവസം നോമ്പ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ്, പാപങ്ങൾ പൊറുക്കപ്പെടും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതുപോലെ ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ യൗമിൻ ഫദ്ലുൻ അലാ യൗമിൻ ഫി സിയാമി ഇല്ലാ ശഹർ റമളാൻ. നോമ്പിന്റെ വിഷയത്തിൽ ഒരു ദിവസത്തേക്കാൾ ശ്രേഷ്ഠത മറ്റൊരു ദിവസത്തിനുമില്ല. ഇല്ല ഷഹറ റമളാൻ, റമളാൻ മാസം ഒഴികെ. അപ്പം റമളാൻ മാസമല്ലാത്ത മറ്റൊരു ദിവസത്തിനും ശ്രേഷ്ഠതയില്ല. വയൗമ ആശുറ ദിനവും ഒഴികെ. അപ്പോൾ ആശുറ ദിനത്തിൻ്റെ ശ്രേഷ്ഠത മറ്റു ദിവസങ്ങൾക്കില്ല, റമളാന്റെ ശ്രേഷ്ഠത മറ്റ് മാസങ്ങൾക്കില്ല എന്ന് മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി തബറാനി ബൈഹഖി റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ആശുറ ദിനം മുഹറം 10 അത് ഉത്കൃഷ്ടമായ ദിവസമാണ്. നമ്മുടെ കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾ, ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമായ ദിവസമാണ് ആശുറ ദിവസം. ആ ദിവസം നോമ്പ് പിടിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം, സംഭവം നമുക്കറിയാം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മുഹറം 10 അവർ നോമ്പ് പിടിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി ഫിർഔനെ നശിപ്പിച്ചു. അതിന് നന്ദിയായിട്ട് മൂസാ നബി മുഹറം 10 നോമ്പ് പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മുഹറം 10 നോമ്പ് പിടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ സഹാബാക്കളും നബിതങ്ങളോട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ നബിതങ്ങൾ പറഞ്ഞത്, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ
ഇലാ ആമിൻ ഖാബിൽ, വരുന്ന വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലാ അസൂമന്ന താസിഅ, മുഹറം 9 ഞാൻ നോമ്പ് പിടിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ ഫമാത ഖബലഹു, ഫമാത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മജീഇ താസുഅ അൽ ആമിൽ ഖാബിൽ, വരുന്ന വർഷം മുഹറം 9 വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇവിടെ മുഹറം 10 മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായമായ ബനൂ ഇസ്രായേൽ നോമ്പ് പിടിച്ചത്. മൂസാ നബി നോമ്പ് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് അള്ളാഹ് ചെയ്ത അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് നോമ്പ് പിടിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9 നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ മുഹറം 9 നോമ്പ് പിടിക്കൽ സുന്നത്തായി കൽപ്പിച്ചത്. ഇവിടെ 10 9 അന്ന് മുഹറം 9 നോമ്പ് പിടിക്കുന്നതിനുള്ള ഹിക്മത്ത് എന്താണ്? എന്തിനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞത്? മുഖാലഫത്തുൽ യഹൂദ്. ആ ഹിക്മത്ത്, അതിലടങ്ങിയിരിക്കുന്ന തത്വം ജൂതരോട് എതിരാകുക, വിയോജിപ്പുണ്ടാകുക. കാരണം ഫൈനഹും യസൂമൂനൽ ആശറ ഫഖത്ത്, അവർ മുഹറം 10 മാത്രമേ നോമ്പ് പിടിക്കുമായിരുന്നുള്ളൂ. ഫനുഖാലിഫുഹും വനസൂമു താസിഅ മഅഹും, നമ്മൾ അവരോട് എതിരാകണം, അവരോട് മുഹറം 10 മുഹറം 9 നമ്മൾ നോമ്പ് പിടിക്കണം. ഈ ഒരു ഹിക്മത്ത്, അവരോട് വിയോജിപ്പുണ്ടാകണം, അതിനാണ് 9 നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. ഈ ഒരു വിയോജിപ്പ് മാത്രമല്ല, അതിലടങ്ങിയിരിക്കുന്ന ഹിക്മത്ത് ഫുഖഹാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വൽ ഹിക്മത്തു ഐളൻ, മറ്റൊരു ഹിക്മത്ത്, മുഹറം 9 നോമ്പ് പിടിക്കൽ സുന്നത്താണെന്ന് പറയാനുള്ള ഹിക്മത്ത് അൽ ഇഹ്തിയാത്തു, സൂക്ഷ്മതയാണ്. സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ്. എന്തിന്? ലിഹ്തിമാലിൽ ഗലത്തി ഫി അവ്വലി ശഹരി, മാസത്തിൻ്റെ ആദ്യം നിർണയിക്കുന്നതിൽ പിഴവ് സംഭവിക്കാൻ സാധ്യതയുള്ള കാരണത്താൽ ആ സൂക്ഷ്മത, ഒരുപക്ഷെ 9 എന്നുള്ളത് അത് 10 അല്ലെങ്കിൽ 10 എന്നുള്ളത് 9 ഇങ്ങനെ ആദ്യത്തെ ദിവസം മാസപ്പിറവി കണക്കാക്കുന്നതിൽ, നിർണയിക്കുന്നതിൽ വരുന്ന വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് 9 നോമ്പ് പിടിക്കൽ സുന്നത്തായി കൽപ്പിച്ചത്. വലിയ ഹെത്തിറാസുമിൻ ഇഫ്രാദിഹി ബിസോമി, മാത്രമല്ല 10 മാത്രം നോമ്പ് പിടിക്കുക, തനിപ്പിക്കുക, അതിന് തൊട്ട് സൂക്ഷിക്കാൻ കൂടിയാണ്. 10 മാത്രം നോമ്പ് പിടിച്ച് ആ ഒരു ദിവസം മാത്രം നോമ്പിനെ തനിപ്പിക്കുന്നതിന് തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയുമാണ്. ജുമുഅ ദിവസത്തിൽ ഉള്ളതുപോലെ ജുമുഅ ദിവസം മാത്രം നോമ്പ് പിടിക്കുക അത് നല്ല പരിപാടിയല്ല. അതെന്താണ് ജുമുഅ ദിവസത്തോട് സാദൃശ്യമാക്കപ്പെട്ടത്? ഫുഖഹാക്കൾ പറയുന്നു അന്നഹു യുക്റഹു ഇഫ്രാദുഹു, വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് പിടിക്കൽ കറാഹത്താണ് എന്നാണ്. അതാണ് ജുമുഅ ദിവസത്തോട് സാദൃശ്യമാക്കിയത്. ജുമുഅ ദിവസത്തിൽ നോമ്പ് ധനിപ്പിക്കുന്ന പോലെ, ധനിപ്പിക്കൽ കറാഹത്തായതുപോലെ, അല്ലെങ്കിൽ നോമ്പ് ധനിപ്പിക്കൽ നല്ലതല്ലാത്തതുപോലെ അതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് മുഹറം 10 മാത്രം നോമ്പ് പിടിക്കൽ നല്ല പരിപാടിയല്ല. ലാക്കിൻ ഫിൽ ഉമ്മിലുണ്ട്, കിതാബിൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കിതാബാണ്, അതിലുണ്ട് ലാ ബാസബി ഇഫ്രാദിഹി, മുഹറം 10 മാത്രം നോമ്പ് പിടിക്കൽ കൊണ്ട് കുഴപ്പമില്ല എന്നുണ്ട്. അപ്പോൾ വിയോജിപ്പ്, യൂതരോടുള്ള വിയോജിപ്പ് മാത്രമല്ല, മാസത്തിൻ്റെ ആദ്യം നിർണയിക്കുന്നതിനുള്ള പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും സൂക്ഷ്മത പുലർത്താൻ വേണ്ടി 9 നോമ്പ് പിടിക്കൽ സുന്നത്താക്കി. വമിൻ സമ്മ, ഇക്കാരണത്താൽ, വമിൻ അജിലി അന്നൽ ഹിക്മത്ത, ഈ ഹിക്മത്ത് സൂക്ഷ്മതയാണ്. ഈ ഹിക്മത്ത് എന്ന കാരണത്താൽ യുസന്നു സുന്നത്താണ്, ലിമല്ലം യസുംഹു, 9 നോമ്പ് പിടിക്കാത്തവർക്ക് സുന്നത്താണ്. സൗമുൽ ഹാദി അഷറ, 11 നോമ്പ് പിടിക്കുക. 9ഉം 10ഉം നോമ്പ് പിടിക്കാൻ സാധിക്കാത്തവർ 10 മാത്രം കൊണ്ട് മതിയാക്കാതെ 11 നോമ്പ് പിടിക്കൽ സുന്നത്താണ്. 9 പിടിക്കാത്തവർക്ക് സുന്നത്താണ്. ബൽ ഇൻ സ്വാമഹു, എന്ന് മാത്രമല്ല 9 പിടിച്ചാലും നോമ്പ് പിടിക്കൽ സുന്നത്താണ് 11. ഐ ബൽ യുസന്നു സിയാമുൽ ഹാദി അഷറ വ ഇൻ സാമത്താസ്, 9 നോമ്പ് പിടിച്ചാലും 11 നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതിന് ഹദീസുണ്ട്. ലിഖബരിൻ ഫീ, എന്താ ഹദീസ്? ലിവുറൂദി ഖബരിൻ ഫീ സിയാമിഹി അൽ ഹാദി അഷറ മാ ഖബലഹു മിൻ സിയാമിൽ ആശിരി വത്താസി, മുഹറം 10നും 9നും നോമ്പ് പിടിക്കുക.
അതോടൊപ്പം 11 നോമ്പ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് ഹദീസ് വന്നിട്ടുണ്ട്. വഹുവ ഹദീസ് എന്താണ്? മാ റവാഹുൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സൂമു യൗമ ആശുറ, മുഹറം 10 നിങ്ങൾ നോമ്പ് പിടിക്കുക. വഖാലിഫുൽ യഹൂദ, ജൂതരോട് നിങ്ങൾ വിയോജിക്കുക. വസൂമു ഖബ്ലഹു, മുഹറം 10 മുമ്പ് യൗമൻ ഒരു ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കുക. വബഅദഹു യൗമൻ, മുഹറം 10 ശേഷം മറ്റൊരു ദിവസം നോമ്പ് പിടിക്കുക. ദക്റഹു ഫി ശറഹ റൗദ്, ശറഹ റൗദിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മിൽ നസ്സാക്കിയിരിക്കുന്നത് 3 ദിവസം നോമ്പ് പിടിക്കലാണ്, 9, 10, 11. അപ്പോൾ മുഹറം 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കൽ പ്രബലമായ സുന്നത്തും മുഅക്കദത്ത് പ്രബലമായ സുന്നത്താണ്. 11 നോമ്പ് പിടിക്കൽ സുന്നത്താണ്. മാസം മുഴുവനും നോമ്പ് പിടിക്കലും മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കലും സുന്നത്താണ്. പക്ഷെ 1 മുതൽ 10 വരെ നോമ്പ് പിടിക്കൽ പ്രബലമായ സുന്നത്താണ്. ഇവിടെ ഹനഫി മദ്ഹബിൽ നോമ്പിനെ 6 വിഭാഗമായി തിരിക്കുന്നുണ്ട്. സാധാരണ നോമ്പ് ഫർളായ നോമ്പുണ്ട്, വാജിബായ നോമ്പുണ്ട്, മസ്നൂൻ സുന്നത്തായ നോമ്പുണ്ട്, മന്ദൂബായ നോമ്പുണ്ട്, നഫിലുണ്ട്, മക്രൂഹുണ്ട്. ഇങ്ങനെ 6 വിഭാഗമായി തിരിക്കുന്നുണ്ട് ഹനഫി മദ്ഹബിൽ. വമ്മൽ മസ്നൂനായ സുന്നത്തായ നോമ്പ് അത് മുഹറം 10 9നോടൊപ്പം 10, അപ്പോൾ 9ഉം 10ഉം നോമ്പ് പിടിക്കൽ മസ്നൂനായ നോമ്പാണ്. മക്രൂഹ് അത് 2 വിഭാഗമുണ്ട് ഹനഫി മദ്ഹബിൽ പറയുന്നു. മക്രൂഹ് തൻസീഹ് ഉണ്ട്, മക്രൂഹ് തഹരീമുണ്ട്. ഒന്നാമത് പറഞ്ഞ മക്രൂഹ് തൻസീഹ്, അത് ആശുറ മുഹറം 10 മാത്രം 9 പിടിക്കാതെ നോമ്പ് പിടിക്കൽ മക്രൂഹ് തൻസീഹാണ്. നൂറുൽ ലാഹിൽ കാണാം 11 പിടിക്കാതെ 10 മാത്രം പിടിക്കുക, അത് മക്രൂഹ് തൻസീഹാണ്. അത് അൽ മദാഹിബുൽ അർബഅയിൽ കാണാം. അപ്പോൾ എന്താണെങ്കിലും ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും 9നും 10നും നോമ്പ് പിടിക്കൽ സുന്നത്താണ്, അല്ലെങ്കിൽ 10നും 11നും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ പറയുന്നു 9നും 10നും 11നും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. എന്നാണ് ഈ മുഹറം 10, ഈ മുഹറം 9 ഈ വർഷം അത് ജൂലൈ 5, 6 ശനി ഞായറാണ് മുഹറം 9, 10 എന്ന് ഒരു വിഭാഗം. അതല്ല ജൂലൈ 6, 7 ഞായറും തിങ്കളുമാണ് മുഹറം 9, 10 എന്ന് മറ്റ് വിഭാഗങ്ങൾ. കായൽ പട്ടണത്ത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കാലി ഒക്കെ ശനി ഞായറാണ് നോമ്പ് പിടിക്കൽ സുന്നത്തായത്. അപ്പോൾ ശനി അവർക്ക് മുഹറം 9, ഞായർ 10. കേരളത്തിൽ ഇങ്ങനെ ഒരു വിഭാഗം ശനിയും ഞായറുമായിട്ട് പ്രഖ്യാപിച്ചു, മറ്റൊരു വിഭാഗം ഞായറും തിങ്കളുമാണ്. ഇത് 2 വിഭാഗത്തിൻ്റെയും അഭിപ്രായം ശറഇന് വിരുദ്ധമായതല്ല. മാസത്തിൻ്റെ പിറവി 1-ാം മാസം ഈ പ്രാവശ്യം 1-ാമത്തെ രാവിലെ മാസപ്പിറവി കാണാൻ യാതൊരു നിർവാഹമില്ല. മഴ കൊണ്ട് മേഘം മൂടിക്കിടക്കുകയാണ്, മേഘാവൃതമായിരിക്കുകയാണ്, ഒരിടത്തും കാണാൻ സാധ്യതയില്ല. പിറ്റേ ദിവസം നമ്മൾ കാണുമ്പോൾ വലിയ പിറയായിട്ടും വലുപ്പത്തിലും കുറേ നേരം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് മാത്രം 2ആണ്, ഇത് 2ൻ്റെ പിറയാണ് അല്ലെങ്കിൽ 3ൻ്റെ പിറയാണ് എന്ന് കണക്കാക്കാൻ പാടില്ല. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അങ്ങനെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ അപ്രകാരം കാണാൻ കഴിയും. മാസപ്പിറവികൾ വലുതാവുക എന്നത് ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസത്തെ പിറയായിരിക്കെ തന്നെ അതിനെ 2 ദിവസത്തെ പിറയായിട്ട് കാണപ്പെടുക എന്നത് ഇതൊക്കെ ഖിയാമത്തിൻ്റെ അടയാളമാണ്. ഇത് ചന്ദ്രൻ്റെ ഭൂമിയോടുള്ള അകലത്തിലുള്ള മാറ്റം കാരണം ആകാം, അല്ലെങ്കിൽ ദൃശ്യപരമായ പ്രതിഭാസം കാരണമാകാം ഇങ്ങനെ വലുതായി കാണുന്നത്. അതിൻ്റെ പേരിൽ ഇത് മാസം 2ൻ്റെ പിറയാണ്, ഇന്ന് 2ആണ് എന്ന് നമ്മൾ കണക്കാക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ഒരു വിഭാഗം ശനിയും ഞായറും മുഹറം 9, 10 പറഞ്ഞു. അതിനും കിതാബിൻ്റെ തെളിവുകളുണ്ട്. ഞായറും തിങ്കളുമാണെന്ന് പറയുന്നവർക്കും നിയമപ്രാബല്യമുണ്ട്. ഫത്ഹുൽ മുഈനിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഇമാം മസ്നവി മറ്റുള്ളവരെല്ലാം ഉണർത്തിയിരിക്കുന്നു. അത് നിഹായിയും അതുപോലെ മുഗ്നിയുമെല്ലാം അതിനെ ശരിവച്ചിട്ടുണ്ട്. എന്ത്? കിഴക്കൻ നാടുകളിൽ മാസപ്പിറവി ദർശിച്ചാൽ പടിഞ്ഞാറ് നാടുകളിൽ മാസപ്പിറവി കാണൽ നിർബന്ധമാകും. അതിന് വിപരീതമല്ല. കിഴക്കൻ പ്രദേശത്ത് കണ്ടാൽ പടിഞ്ഞാറ് കാണും. പക്ഷെ പടിഞ്ഞാറ് ഇതിന് തുഹഫ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി. കിഴക്ക് കണ്ടാൽ പടിഞ്ഞാറ് കാണാൻ നിർബന്ധമില്ല, പടിഞ്ഞാറ് കാണാം.
പടിഞ്ഞാറ് കാണാം. പക്ഷേ ചില കാരണങ്ങളാൽ മേഘം മഴയും മറ്റുമൊക്കെ കൊണ്ട് മേഘാവൃതമായാൽ അതൊരു തടസ്സമാകാം. അങ്ങനെ കാണാതെ വരാം. പക്ഷേ പിറ കാണാം, പിറ അവിടെ ഉണ്ടാകാം. നമ്മൾ കണ്ടാലേ നോമ്പ് പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യോജിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞായറും തിങ്കളുമാണെന്ന അഭിപ്രായക്കാർക്ക് ഈ തുഹഫയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അവരങ്ങനെ പറയുന്നു. നിഹായിൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കിഴക്ക് കണ്ടാൽ പടിഞ്ഞാറുകാർക്ക് അത് സ്വീകരിക്കാമെന്ന രീതിയിലാണ്. അതുകൊണ്ട് ശനിയും ഞായറും ആണ് മുഹറം 10, 9, 10 എന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് രണ്ടും ശറഇന്റെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആരും ആരെയും വിമർശിക്കേണ്ടതില്ല, ആരും ആരെയും ആക്ഷേപിക്കേണ്ടതില്ല. 9, 10 ശനിയും ഞായറും പിടിക്കുന്നവർ, ശനിയാഴ്ച 9 ഞായറാഴ്ച 10 എന്ന രീതിയിൽ പിടിക്കുന്നവർ 11 കൂടെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അത് ജൂതരോടുള്ള വിയോജിപ്പിന്റെ പേരിലും മാത്രമല്ല, ഫിഖ്ഹ് പഠിപ്പിച്ചത് 1 മാസപ്പിറവി നിർണയിക്കുന്നതിൽ പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ടാകാമല്ലോ. അതുകൊണ്ട് 11 കൂടെ നോമ്പ് പിടിക്കൽ സുന്നത്താണെന്ന് ഫിഖ്ഹ് പഠിപ്പിക്കുന്നു. അപ്പോൾ 9, 10 കൂടെ 11 കൂടെ പിടിക്കുക. അങ്ങനെ പിഴവ് വന്നാൽ അതിനൊരു പരിഹാരമാകാം. റബ്ബിന്റെ കയ്യിലാണ് തീരുമാനം, റബ്ബാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിയമവശത്തിലൂടെ നമ്മൾ നീങ്ങുന്നു. പക്ഷെ 11 കൂടെ പിടിക്കുക. ഇനി ഞായറും തിങ്കളും ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായത്തിൽ, തുഹഫയുടെ അഭിപ്രായത്തിൽ ഞായറും തിങ്കളും മാസം ദുൽഹിജ്ജ 30 പൂർത്തീകരിച്ച് ഞായറും തിങ്കളുമാണെന്ന് കണക്കാക്കുന്നവർ, അവർക്ക് ശനിയാഴ്ച 9, മറ്റുള്ളവരുടെ 9, ഈ അഭിപ്രായം ഞായറും തിങ്കളും എടുക്കുന്നവർക്ക് ശനിയാഴ്ച 8 ആകാം. മുഹറം 1 മുതൽ നോമ്പ് പിടിക്കൽ മുഅക്കദായ സുന്നത്തല്ലേ, അപ്പോൾ തിങ്കളാഴ്ച പിടിക്കാം. ശനി ഞായർ എടുക്കുന്നവർക്ക് തിങ്കളാഴ്ച നേരത്തെ പറഞ്ഞ അഭിപ്രായം അനുസരിച്ചും മാത്രമല്ല, തിങ്കളാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണല്ലോ, ആ അഭിപ്രായത്തെ തിങ്കളാഴ്ച ദിവസം പിടിക്കാം. അപ്പോൾ ശനിയും ഞായറും തിങ്കളും പിടിക്കുന്നവർക്ക് അങ്ങനെ 3 ദിവസം പിടിക്കാം. ഞായറും തിങ്കളും പിടിക്കുന്നവർക്ക് ശനി കൂട്ടി പിടിക്കാം, അല്ലെങ്കിൽ ഞായറും തിങ്കളും ചൊവ്വയും പിടിക്കാം. ഏതായാലും ആരെയും ഖാദിമാർ അവരുടെ നിയമവശങ്ങൾ ഫിഖഹിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുന്നു. ആരും ആരെയും ആക്ഷേപിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ശനിയും ഞായറും 9, 10 തീരുമാനിക്കുന്നവർ അങ്ങനെ പിടിക്കാം. അതിനോടൊപ്പം തിങ്കളാഴ്ചയും പിടിക്കുക. അതല്ല, ഞായറും തിങ്കളും എന്ന അഭിപ്രായത്തിൽ അതിന് പ്രാമുഖ്യം കൊടുക്കുന്നവർ ശനിയും അതിൻ്റെ കൂടെ പിടിക്കുകയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഞായറും തിങ്കളും ചൊവ്വാഴ്ച അതിൻ്റെ കൂടെ പിടിക്കുകയോ ചെയ്യുക. അർഹമുർ-റഹീമായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരിശുദ്ധമായ മുഹറം മാസത്തിൽ നന്മകൾ കൊയ്തെടുക്കാൻ അതിനുള്ള അവസരം നമ്മൾ തർക്കത്തിലൂടെയും ആക്ഷേപത്തിലൂടെയും പരിഹാസത്തിലൂടെയും നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നോമ്പുകൾ, സുന്നത്തായ നോമ്പുകളും തൗബയും ഇസ്തിഗ്ഫാറും ദാനധർമ്മങ്ങളും എല്ലാം ചെയ്ത് ഈ മുഹറം മാസത്തെ ആദരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഈ മുഹറം 10 വിശിഷ്യ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് കുടുംബാദികൾക്ക് ആശുറ ദിവസത്തിൽ വിശാലത ചെയ്ത് കൊടുക്കുക എന്നാണ്. അങ്ങനെ ആരെങ്കിലും വിശാലത ചെയ്ത് കൊടുത്താൽ ആ വർഷത്തിലെ മറ്റു ദിവസങ്ങളിൽ അല്ലാഹു തആല അവന് വിശാലത ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ദിവസത്തിൽ നോമ്പ് പിടിക്കുന്നു നോമ്പുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ കുടുംബാദികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ അവരെ നോമ്പ് തുറപ്പിച്ച്, ഇങ്ങനെ ആ കുടുംബാദികൾക്ക് വിശാലത ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല വർഷത്തിലെ മറ്റു ദിവസങ്ങളിൽ അവന് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം ബൈഹഖിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സഹാബത്തിൽ നിന്ന് ഒരു സംഘം തന്നെ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൈഹഖി ഇമാം പറയുന്നത് ഇത് പല സനദുകളിലൂടെ വന്നു. ഈ ഹദീസ് ദഈഫാണെങ്കിൽ പോലും ഫഹിയ ഇദാ ലമ്മ ബഅലുഹാ ഇലാ ബഅലിൻ, അപ്പോൾ ചില വഴികളിലൂടെ വന്ന ഹദീസ് മറ്റേ വഴികളിലൂടെ വന്ന ഹദീസുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഹദീസിന് ശക്തി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് മുഹറം 10 കുടുംബാദികൾക്ക് വിശാൽ ചെയ്തു കൊടുക്കാനുള്ള മഹാനായ പ്രവാചകന്റെ കൽപ്പന അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് മഹാനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ-റഹീമായ തമ്പുരാൻ നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അവൻ്റെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ തമ്പുരാൻ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും നമ്മെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.